ഹായ് ഹലോ എല്ലാവർക്കും ടാരോ ടോക്ക് 1111 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കറണ്ട് സിറ്റുവേഷൻ എന്താണ്, ആൻഡ് ഫൈനലി നിങ്ങൾക്കുള്ള അഡ്വൈസസും കൂടെ നോക്കാം. സോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. പോസിറ്റീവ് മാത്രം ചിന്തിക്കുക, പോസിറ്റീവ്സിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. 1 മിനിറ്റ് ഒന്ന് നിങ്ങൾക്ക് മെഡിറ്റേറ്റ് ചെയ്യാവുന്നതാണ്. കണ്ണുകളടച്ച് ഈ റീഡിങ്സിൽ ഫോക്കസ് കൊണ്ടുവരേണ്ടതാണ്. ഓക്കെ, King of Pentacles, Devil card, 6 of Pentacles, Knight of Swords, 8 of Swords, 5 of Pentacles, Ace of Cups, King of Wands, 8 of Wands, 6 of Wands. ബോട്ടം ഓഫ് ദ ഡെക്കിൽ നമുക്ക് വന്നിരിക്കുന്ന കാർഡ് 7 of Wands ആണ് കേട്ടോ. സോ ആ ഒരു വ്യക്തി കറൻ്റ്ലി വേറൊരു തേർഡ് പാർട്ടിയുടെ ഇൻവോൾവ്മെൻറ്റിൽ ആ ഒരു വ്യക്തി മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ ഹി വാസ് ഹാപ്പി, അല്ലെങ്കിൽ ഷി വാസ് ഹാപ്പി. ആരാണോ നിങ്ങളുടെ പാർട്ട്ണർ, ആ ഒരു വ്യക്തി ആ ഒരു ഡിസിഷനിൽ മെച്യൂർഡായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഡിസിഷൻ ബോൾഡായി നല്ലതാണ് എന്ന് വിചാരിച്ച് ആ ഒരു വ്യക്തി ആ ഒരു റൂട്ടിലോട്ട് പോയതാണ്. പക്ഷേ ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ കുറച്ച് ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നും കുറച്ച് പണികൾ കിട്ടുന്നുണ്ട്. ആ ഒരു തേർഡ് പാർട്ടി മെയിൻലി ഈ ഒരു വ്യക്തിയെ ഫിനാൻഷ്യൽ പരമായിട്ടാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു നേട്ടത്തിന് വേണ്ടിയിട്ടാണ് ആ ഒരു വ്യക്തി ആ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണായിട്ട് ആ ഒരു കണക്ഷൻ വെച്ചത്. സോ അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണിപ്പോൾ ആ ഒരു നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കറൻ്റ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതായത് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു കറൻ്റ്ലി ഈ ഒരു വ്യക്തി കാരണം. ആൻഡ് ആ ഒരു വ്യക്തി എടുത്ത തീരുമാനം എടുത്തുചാട്ടമായി പോയി എന്ന് ആ വ്യക്തിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട്. ആൻഡ് അതിൽ റിഗ്രറ്റും ആ ഒരു വ്യക്തിക്ക് ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഒരുപാട് നഷ്ടങ്ങൾ ഈ ഒരു തീരുമാനം എടുത്തത് മൂലം ആ ഒരു വ്യക്തിക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ കറൻ്റ്ലി നോക്കുമ്പോഴത്തേക്കും ആ ഒരു വ്യക്തി ട്രാപ്പായിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ മെൻ്റലി സ്റ്റക്കായിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ്. ഈ ഒരു എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് കാരണം, ഈ ഒരു തേർഡ് പാർട്ടി മൂലം ആ ഒരു വ്യക്തിക്ക് ഒരുപാട് മെൻ്റലി സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. അല്ലാതെ ഫിനാൻഷ്യൽ പരമായിട്ടും ഒരുപാട് നഷ്ടങ്ങൾ വരുന്നുണ്ട്. സെയിം ആ ഒരു കാർഡ് തന്നെയാണ് നമുക്ക് വീണ്ടും 5 of Pentacles വന്നിട്ടുണ്ട്. അതായത് സാമ്പത്തിക ബുദ്ധിമുട്ട്. കാരണം ആ ഒരു വ്യക്തിക്ക് അത് മനസ്സിലായി തുടങ്ങി, ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് ആ ഒരു തേർഡ് പാർട്ടി ഈ ഒരു വ്യക്തിയുടെ കൂടെ ഉണ്ടായിരുന്നത് എന്നൊരു ബോധം, അല്ലെങ്കിൽ അത് ബോധ്യമാകുന്നു ആ ഒരു വ്യക്തിക്ക്. അപ്പോൾ ഈ ഒരു ബാഡ് എക്സ്പീരിയൻസസ്, അല്ലെങ്കിൽ ഈ ഒരു ഇതിൽ നിന്നൊക്കെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആൻഡ് പഠിച്ച് നിങ്ങളോട് ചെയ്ത തെറ്റായി പോയി എന്നൊരു റിഗ്രറ്റ് ഫീലിംഗ് ഒക്കെ അദ്ദേഹത്തിന് വന്നു, അല്ലെങ്കിൽ വരാൻ പോകുന്നു. കാരണം ഈ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടിലോട്ട് ആണ് അദ്ദേഹം ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ കറൻ്റ്ലി ഈ ഒരു സിറ്റുവേഷനിലാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് ഏസ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അതായത് ആ ഒരു പുതിയ ഇമോഷണൽ തുടക്കം, ഇമോഷൻസിൻ്റെ ഒരു തുടക്കം വരാൻ പോകുന്നു. ആ ഒരു സ്ട്രഗിൾ, അല്ലെങ്കിൽ ആ ഒരു ലെസൺസിൽ നിന്നൊക്കെ അദ്ദേഹം നിങ്ങളോടുള്ള ആ ഒരു കണക്ഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയോടുണ്ടായിരുന്ന ഒരു സ്നേഹം, അതെല്ലാം ആ ഒരു വ്യക്തി മനസ്സിലാക്കാൻ പോകുന്നു, അല്ലെങ്കിൽ മനസ്സിലാക്കുന്നു. ആ ഒരു ക്ലാരിറ്റി ആ ഒരു വ്യക്തിക്ക് വരാൻ പോകുന്നു. ആൻഡ് ആ ഒരു പേഴ്സൺ നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കി, അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തിരികെ വരാൻ പോകുന്നു. അതിന് വേണ്ട കാര്യങ്ങൾ അദ്ദേഹം ചെയ്യും. അദ്ദേഹം നിങ്ങളെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി ചിന്തിക്കുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് നമുക്ക് 8 of Wands വന്നിട്ടുണ്ട്. സോ പെട്ടെന്ന് തന്നെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ അദ്ദേഹം വെക്കുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു
കോൾ മെസ്സേജ് എന്തെങ്കിലും ഉടനെ പ്രതീക്ഷിക്കാം. ഒരു സഡൻ മീറ്റോ അങ്ങനെ എന്തെങ്കിലും അദ്ദേഹം ഉടനെ തന്നെ വയ്ക്കുമെന്നുള്ളതാണ്. ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വയ്ക്കും. അദ്ദേഹത്തിന് പറ്റിയ തെറ്റുകൾ അല്ലെങ്കിൽ എല്ലാം ഓപ്പണപ്പ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹം നിങ്ങളെ ഒന്നും കൂടെ കാണാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ കറൻ്റ്ലി അദ്ദേഹത്തിന് ആ ഒരു തെറ്റുകളും എല്ലാം മനസ്സിലായി, റിഗ്രറ്റൊക്കെ ഉണ്ട്. ആൻഡ് ആ ഒരു ഇമോഷണൽ ബിഗിനിങ് ഒക്കെ വന്ന് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ്. അഗെയിൻ നമുക്ക് 6 ഓഫ് വോൺസ് വന്നിട്ടുണ്ട്, വീണ്ടും വോൺസ് വന്നിട്ടുണ്ട്. സോ അത് നിങ്ങളിലേക്ക് അപ്രോച്ച് ചെയ്യുന്നു ആൻഡ് നിങ്ങളോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്നു എന്നുള്ളതാണ്. സോ 6 ഓഫ് വോൺസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സക്സസിൻ്റെ ഒക്കെ ഒരു കാർഡാണ്. സോ നിങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ ബാക്കി ഈ ഒരു സക്സസ്, ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും സക്സസ് ആകുമോ ഉള്ളത് നിങ്ങളുടെ ആ ഒരു അപ്രോച്ച് അനുസരിച്ചിരിക്കും. നിങ്ങൾ ആ ഒരു വ്യക്തിയെ അക്സെപ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോകുമോ എന്നനുസരിച്ചിരിക്കും ബാക്കിയുള്ളത്. ആൻഡ് നമുക്ക് ബോട്ടം ഓഫ് ദ ഡെക്കിൽ വന്നിട്ടുണ്ടായിരുന്നതും 7 ഓഫ് വോൺസ് ആയിരുന്നു. ഈ 6 ഓഫ് വോൺസ് കഴിഞ്ഞിട്ട് 7 ഓഫ് വോൺസ്. സോ 7 ഓഫ് വോൺസ് എന്ന് പറയുമ്പോഴത്തേക്ക് കാരണം ഇത്രയും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. സോ അത് റെസിസ്റ്റ് ചെയ്ത് ആ ഒരു വ്യക്തി നിന്നേ പറ്റൂ ഇനി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് ഇനി മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി തന്നെ ഇത് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് എന്നുള്ളതാണ്. സോ ലാസ്റ്റ് നമുക്ക് വന്ന കാർഡ്സ് അത്രയും വോൺസിൻ്റെ കാർഡ്സാണ്. സോ അദ്ദേഹം ആ ഒരു റിയലൈസേഷൻ വരുന്നു, നിങ്ങളോടുള്ള ഒരു പാഷൻ, അതുമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ വന്നിരിക്കുന്ന റീഡിങ്സ്. സോ ഓവറോൾ റീഡിങ്സ് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു പഴയ ഒരു സ്ട്രോങ് അട്രാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പ് വീണ്ടും വേണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ച് നിങ്ങളെ സമീപിക്കുമെന്നുള്ളതാണ്. ആൻഡ് ആ ഒരു തേർഡ് പാർട്ടിയുടെ ഇൻവോൾവ്മെൻ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതുമൂലം അദ്ദേഹത്തിന് ഒരുപാട് നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. സോ ഇനി നിങ്ങൾക്കുള്ള അഡ്വൈസസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഹെർമിറ്റ് കാർഡ്, പേജ് ഓഫ് വോൺസ്, ഏസ് ഓഫ് സോർഡ്സ്, വീൽ ഓഫ് ഫോർച്യൂൺ ആൻഡ് 4 ഓഫ് വോൺസ്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് ഹെർമിറ്റാണ്. അതായത് നിങ്ങളിപ്പോൾ കറൻ്റ്ലി ഒരു ഒറ്റപ്പെട്ട അല്ലെങ്കിൽ സിറ്റുവേഷനിലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് തിരിച്ചറിവുകൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. സോ അതൊക്കെ നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ലെസൺ ആയിരുന്നു എന്നുള്ളതാണ്. ആൻഡ് ഈ ഒരു ഒറ്റപ്പെടലിലൂടെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ആൻഡ് ഇനി നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നേടാൻ പോകുന്നു എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് ഇതൊരു സെൽഫ് റിഫ്ലക്ഷൻ്റെ ടൈമായിരുന്നു എന്നുള്ളതാണ്, സെൽഫ് ഗ്രോത്തിൻ്റെയും. സോ നിങ്ങളിപ്പോൾ കറൻ്റ്ലി ഹീലായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഹീലാകണം. ആൻഡ് നിങ്ങൾ ഇപ്പോൾ ഇമോഷണലി ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നതിന് പകരം ഇപ്പം നടക്കുന്ന സിറ്റുവേഷൻസിനൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് വേണം. ക്ലാരിറ്റി എന്താണെന്നുണ്ടായതിന് ശേഷം മാത്രം നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങളുടെ ലൈഫിൽ എടുക്കുക എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് പേജ് ഓഫ് വോൺസ് ആണ് വന്നിരിക്കുന്നത്. സോ പേജ് ഓഫ് വോൺസ് എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു പുതിയ അവസരങ്ങൾ, നിങ്ങളുടെ ലൈഫ് നിങ്ങൾ പുതിയ ഒരു രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു വരുന്ന അവസരങ്ങളെയൊക്കെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയായിരിക്കുക. വീണ്ടും പാസ്റ്റ് ഹോൾഡ് ഓൺ ചെയ്ത് നിൽക്കരുത് എന്നാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന അഡ്വൈസ്. അതായത് നിങ്ങളിപ്പോഴും ആ ഒരു പഴയ കാര്യങ്ങളിൽ സ്റ്റക്കായി നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു സന്തോഷമില്ല, നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, ഒരു ഗ്രോത്ത് ഇല്ല, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ഓവർകം ചെയ്യണം. നിങ്ങൾ നിങ്ങളുടെ ആ ഒരു പാത്ത് ബിൽഡ് ചെയ്ത് ക്ലിയർ ഔട്ട് ചെയ്ത് പോകണം എന്നാണ് പറയുന്നത്. അതായത് ഓരോ മൊമെൻറ്റ്സിലും നിങ്ങൾ ആ ഒരു സന്തോഷം കണ്ടെത്തണം. നിങ്ങളുടെ പാഷൻ എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതിന് നിങ്ങൾ മുന്നോട്ട് പോവുക. ആൻഡ് നെക്സ്റ്റ് നമുക്ക് ഏസ് ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. സോ അതായത് ഇപ്പോൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോഴും വ്യക്തതയില്ല, എന്താണ് എൻ്റെ ലൈഫിൽ നടക്കുന്നത് അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ. പക്ഷേ എത്രയും വേഗം അതിനൊക്കെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ എന്താണ് സത്യമെന്നുള്ളത് നിങ്ങൾ ഉടനെ തന്നെ അറിയുമെന്നുള്ളതാണ്. മേ ബി ഈ ഒരു പാർട്ട്ണറിനെ കുറിച്ചുള്ളതായാലും ഈ തേർഡ് പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ ആയാലും നിങ്ങൾക്ക് കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ അതിനെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ നിങ്ങൾ ഉടനെ തന്നെ അറിയും. ആൻഡ് നമുക്ക് വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഇത്രയും കാലം നിങ്ങൾ അനുഭവിച്ചതിൽ നിന്നും ആ ഒരു വീൽ കറങ്ങി തിരിഞ്ഞ് നിങ്ങൾക്കൊരു ഇപ്പം ഇത്രയും നാൾ നിങ്ങൾ ആ ഒരു അനുഭവിച്ചിരുന്ന ആ ഒരു ലൈഫ് വീണ്ടും ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ ആ ഒരു കർമ്മ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്, അതായത് നിങ്ങളിപ്പോൾ ഗുഡ് തിങ്സ് ആണ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ ഒരു നല്ല
കർമ്മം അല്ലെങ്കിൽ നല്ല സമയം നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഡിവൈൻ ടൈമിങ്ങിനെ അല്ലെങ്കിൽ ആ ഒരു റൈറ്റ് ടൈമിനെ ട്രസ്റ്റ് ചെയ്യുക, യൂണിവേഴ്സിനെ വിശ്വസിക്കുക, നിങ്ങൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ ഫേവറിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നു എന്നുള്ളതാണ്. ഈ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ നമുക്ക് ഒരു ചേഞ്ച് വരാൻ പോകുന്നു എന്ന് പറയാം. പക്ഷേ ഇവിടെ നമുക്ക് ഓവറോൾ നോക്കുമ്പോൾ ഒരു പോസിറ്റീവ് അഡ്വൈസസ് ആണ് വന്നിരിക്കുന്നത്. ആൻഡ് ഈ ഒരു വീൽ ഓഫ് ഫോർച്യൂണിന് ശേഷവും നമുക്കൊരു 4 ഓഫ് വാണ്ട്സ് ആണ് വന്നിരിക്കുന്നത്. സോ ആ ഒരു കാർഡ് കാണുമ്പോൾ തന്നെ അറിയാം, ആ ഒരു മാരേജ് റിലേറ്റഡ് ഒരു കാർഡാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ആൻഡ് യൂണിവേഴ്സൽ സപ്പോർട്ടോട് കൂടിയൊരു കാർഡ്. അപ്പോൾ എന്തായാലും ആ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ നമുക്ക് ആ ഒരു പോസിറ്റീവ് ചേഞ്ചിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് അത്രയും വിലപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ, ആ ഒരു വ്യക്തി നിങ്ങൾക്കുള്ളതാണെന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ എന്തൊക്കെ വന്നാലും തേർഡ് പാർട്ടി എന്തൊക്കെ വന്നാലും ശരി, അത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും എന്നുള്ളതാണ്. ആൻഡ് ഫൈനലി നമ്മൾ കണ്ട 4 ഓഫ് വാണ്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു സെലിബ്രേഷൻ്റെ കാർഡാണ്, റിയൂണിയൻ്റെ കാർഡാണ്, വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സൈനാണ്. ഓക്കെ, ആ ഒരു ഫ്യൂച്ചറിലുണ്ടാകുന്ന ആ ഒരു സ്റ്റെബിലിറ്റി, ഹാപ്പിനെസ്, ടുഗദർനെസ്, ഇതൊക്കെയാണ് നമുക്ക് ആ ഒരു കാർഡിലൂടെ കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് യൂണിവേഴ്സിൽ നിന്നുള്ള ക്ലൂസ് നോക്കാം. ഓക്കെ, be honest, 28, 5, afternoon, May, communicate openly, N, Friday, trust issues, B, 23, 7, Monday, L, challenges, H, 14, Wednesday, long distance, K, expectations, 18, E, S, Sunday, 11, 3, communication, this year, A, O, few weeks, Thursday, external influence, 1, ego, growth, commitment, U, next year, Tuesday, 13, T, 27, March, 30, July, 29, night, Q, morning, distance, J, ഓഗസ്റ്റ്. സോ ഇത്രയും ക്ലൂസാണ് നമുക്ക് വന്നിരിക്കുന്നത്. സോ ഇന്നത്തെ റീഡിങ്സിൽ
നിങ്ങളിപ്പോൾ കറൻ്റ്ലി ഫോക്കസ് ചെയ്യേണ്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഗൈഡൻസ് എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ആ ഒരു വ്യക്തിയെ ചേസ് ചെയ്ത് പോവുകയോ അല്ലെങ്കിൽ അവരെ സ്റ്റോക്കിങ് ചെയ്യുകയോ അവരുടെ പിറകെ പോകേണ്ട ആവശ്യമില്ല. നിങ്ങളിപ്പോൾ നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിൽ വേണം ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നിങ്ങളെ തേടി ഒരുപാട് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ പുതിയ പോസിബിലിറ്റീസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാ കാര്യത്തിനുള്ള വ്യക്തത ഉടനെ തന്നെ കിട്ടും എന്നുള്ളതും നമുക്ക് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. നമുക്കൊരു ഹാപ്പി എൻഡിങ് അല്ലെങ്കിൽ ഒരു ഹാപ്പി പോസിറ്റീവ് ഔട്ട്കം നമുക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. സോ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ്സ്. സോ ഇന്നത്തെ റീഡിങ്സിന് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ലൈക്ക് തരിക. ഇതുപോലുള്ള വീഡിയോസിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു.